मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। എടാ നിനക്ക് എന്ത് പറ്റിയടാ? എന്തോ ഒരു മൂഡ് ഔട്ട് പോലെ. ചേട്ടാ ഇന്ന് ആകെ മൂഡ് ഓഫ് ആണ്. ഇതെന്താ ഫാനോ മറ്റോ ആണോ ഇങ്ങനെ ഓഫ് ആവാനായിട്ട്? ചേട്ടാ അവരോട് മിണ്ടാതിരിക്കാൻ പറ. എന്റെ തല അല്ലാതെ പുകഞ്ഞിരിക്കുക. ഓ അതാണോ കാര്യം? ഇടയ്ക്കൊക്കെ കൂളർ കൊണ്ട് തലയൊന്ന് തണുപ്പിക്കണം, അല്ലെങ്കിൽ പുകഞ്ഞോണ്ടേയിരിക്കും. ഇനി നീ മിണ്ടാതിരുന്നില്ലെങ്കിൽ ആ ഡംബർ സെറ്റ് ഞാൻ തലക്കടിക്കും. എടാ കപ്പാസിറ്റി അറിഞ്ഞ് പറഞ്ഞാ പോരെ നിനക്ക്? അതിനെ ഒന്നും നിനക്ക് അനക്കാൻ പോലും പറ്റില്ല. എടാ ഹണി, നീ എന്തിനാടാ വെറുതെ അവനെ ശല്യപ്പെടുത്തുന്നേ? അല്ലെങ്കിൽ അവൻ വിഷമിച്ചിരിക്കുക. സംശയമുണ്ടോ? കിക്കി, എന്താണ് സംഭവിച്ചത്? ഇന്ന് നല്ല സൂപ്പ് കഴിക്കാനുള്ള ഒരു മൂഡായിരുന്നു എനിക്ക്. റെസ്റ്റോറന്റിൽ പോയി മെനു നോക്കിയപ്പോ എന്റെ കയ്യിൽ അത്രയും കാശില്ലെന്ന് മനസ്സിലായി. എടാ കഴുതേ, അതിന് നീ എന്തിനാ മെനുവിന് പൈസ കൊടുക്കുന്നത്? കൗണ്ടറിലല്ലേ പൈസ കൊടുക്കേണ്ടത്. ഹണി, നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ജീവിതം വെറുതെ ആയിപ്പോയി ചേട്ടാ. നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കയ്യിൽ കാശില്ലാതെ ഒന്നും നടക്കില്ല. നിനക്ക് എന്താ വേണ്ടെന്ന് നീ പറ. ഒരൊറ്റ തവണ പറഞ്ഞാ മതി. ഈ തോത്താറാം നിനക്കെല്ലാം ശരിയാക്കി തരും. സംശയമുണ്ടോ? ചേട്ടൻ കൂടി പോയാ എന്തൊക്കെ തരും? സത്യം പറഞ്ഞ എന്റെ തലവരയില് ഭാഗ്യം എന്ന് പറയുന്ന ഒന്നില്ല ചേട്ടാ. എക്സ്ക്യൂസ് മീ, ഇവിടെ ഈ കിക്കറ്റ് എന്ന് പറയുന്നത് ആരാ? അത് ആരാന്നറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ? രാവിലെ ഓരോന്ന് വന്നോളും വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. ഞാൻ തന്നെയാ കിറ്റ്. എന്താ കാര്യം പറ. ഇത് താങ്കൾക്കൊരു പോസ്റ്റ് ലെറ്റർ ഉണ്ട്, ഇതാ പിടിക്ക്. പിന്നെ ഈ ബുക്കിൽ ഒന്ന് സൈൻ ചെയ്തേക്ക്. ചേട്ടാ, എന്റെ ജീവിതം രക്ഷപ്പെട്ടു ചേട്ടാ. അത്ഭുതം സംഭവിച്ചിരിക്കുക. ഭാഗ്യം എന്നെ കളടിച്ചിരിക്കുന്നു. ഇത് വക്കീലിന്റെ ലെറ്ററാ. എന്റെ ഒരു അകന്ന ബന്ധു അദ്ദേഹത്തിന്റെ പേരിലുള്ള എല്ലാ ബാങ്ക് ബാലൻസും എന്റെ പേരിലാക്കിയിരിക്കുക. 2 ദിവസത്തിനകത്ത് അതിന്റെ ചെക്ക് വരും. ഞാൻ കോടീശ്വരനായി ചേട്ടാ, ഞാൻ കോടീശ്വരനായി. എടോ, എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നേ? ഇപ്പൊ വന്ന് മേത്ത് ഇടിച്ചേനെ. സംശയമുണ്ടോ? എന്റേതാ. അപ്പൊ ചെക്ക് വന്നോ? മറ്റന്നാളെത്തും. ഞാൻ ആ പോസ്റ്റ് ലെറ്റർ ചെക്ക് കൊടുത്തിട്ട് ഒരു കാറിങ് വാങ്ങിച്ചു. അടുത്ത ഒരു TV വാങ്ങിക്കാൻ പോവുക. വരൂ, നമുക്ക് ഈ കാറിലൊന്ന് കറങ്ങാം. ആഹാ കൊള്ളാലോ. നീ ഡ്രൈവറിനെയും വെച്ചോ? അത് പിന്നെ വേണമല്ലോ. ബ്രേക്കും ആക്സിലേറ്ററും ചവിട്ടാൻ ഇവന്റെ കാലെത്തണ്ടേ. കിക്കിട്ടെ, കാശിങ്ങനെ വെറുതെ ചിലവാക്കി കളയരുത്. അതിന് കാശില്ലാതിരുന്നപ്പോ പ്രത്യേകിച്ച് ചെലവൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ ഉള്ളപ്പോ ചെലവാക്കുന്നത് കൊണ്ട് എന്താ പ്രശ്നം? നമ്മൾ കാശുണ്ടാക്കുന്നത് ചെലവാക്കാനല്ലേ? അതെ ചേട്ടാ, എനിക്കൊരു വലിയ TV വേണം. ഇത് നോക്കൂ സാർ, 62 ഇഞ്ചസ്. അയ്യോ ഇത് വേണ്ട. അല്ലല്ല, കുറച്ചുകൂടെ വലുത് വേണം. വലുത് സാർ, ഇത് 102 ഇഞ്ചസ് ആണ്. ഇതൊന്നും പോരാ, അത്യാവശ്യം വലിപ്പമുള്ള ഒന്ന് വേണം. തിയേറ്ററിൽ കാണുന്ന പോലെ ഇരിക്കണം. ഇപ്പൊ TV നിനക്കെന്തിനാ? ഒരു തിയേറ്റർ തന്നെ അങ്ങ് വാങ്ങിക്കൂടെ? ആ, ഈ ഐഡിയ കൊള്ളാം.
നല്ലൊരു തിയേറ്റർ തന്നെ അങ്ങ് വാങ്ങിച്ചേക്കാം. പിന്നെ സുഖമായി ഇരുന്ന് അങ്ങ് സിനിമ കാണാലോ. പിന്നെ ഇഷ്ടപ്പെടുന്ന സീനൊക്കെ വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്ത് കാണാലോ. യവന് ശരിക്കും വട്ട് പിടിച്ചെന്നാ തോന്നേ. സംശയട്ടോ? എന്തിനാ വെറുതെ ഒരു തർക്കം? അതെ ചേട്ടാ, ഈ 62 ഇഞ്ചിന്റെ TV പാക്ക് ചെയ്തോ. കാശ് മേടിക്കാൻ നാളെ തോത്താറാം ചേട്ടന്റെ ജിമ്മിലോട്ട് വന്നാ മതി. തോത്താറാമിന് വേണ്ടിട്ട് എന്താ വാങ്ങുന്നേ? ചേട്ടാ ഇത് റിസോർട്ടിലോട്ട് കൊണ്ടുപോവാ. നിങ്ങളും വന്നേ. വേണ്ട. വന്നേ, എല്ലാ ചെലവും എന്റെ വക. പോവാന്നേ, എല്ലാരും കൂടി ആവുമ്പോ നമുക്ക് അടിച്ചു പൊളിക്കാമല്ലോ. ഓക്കെ, ഞങ്ങളുടെ പേയ്മെന്റ് ഞങ്ങൾ തന്നെ കൊടുക്കും. അതെ. 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 അതിനൊരു പ്രോബ്ലം ഇല്ല. വാ പോവാ. ആഹാ, കൊള്ളാലോ, സ്വിമ്മിംഗ് പൂൾ. എന്താടാ സോർദാറേ, കാര്യമായിട്ടൊന്നും പറ്റില്ലല്ലോ അല്ലേ? അളിയ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്താ ബായ്, ഇത് തനിക്ക് കഴിക്കാനുള്ളതാണോ? അതെ ചേട്ടാ, എന്റെ കുറെ നാളായിട്ടുള്ള ആഗ്രഹം ഇത് കഴിക്കണമെന്ന്. കിറ്റ്കിറ്റേ, ഇത് നീ മൊത്തത്തിൽ കഴിക്കില്ല. ഞാൻ സഹായിക്കാൻ കഴിക്കാനായിട്ട്. എന്താണോ നീ കാണിച്ചേ? സർ, അത് ഞാനല്ല, അത് അവരാ. ഓ, നിങ്ങളുടെ ഫ്രണ്ട് എന്തായി കാട്ടിക്കൂട്ടുന്നേ? അയ്യോ ക്ഷമിക്കണം, സോറി. ഇനി സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തുമാത്രം നഷ്ടം ഉണ്ടായത്? അതിന് ഞാൻ സോറി പറഞ്ഞില്ലേ? ഇനി ഞാൻ 2 ചെവിക്കും പിടിച്ച് ഏത്ത ഇടണോ? ഇവിടെ എന്തൊക്കെ നഷ്ടം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ചേർത്ത് ബില്ലിട്ടോ, ഞാൻ പേ ചെയ്തോളാം. എന്റെ ബായ്, തന്റെ ബന്ധു ബാങ്ക് ബാലൻസ് തന്റെ പേരിലാക്കിയിരിക്കുന്നേ, അല്ലാതെ ഖജന ഒന്നുമല്ല ഇങ്ങനെ ചെലവാക്കാൻ. ചേട്ടാ, നമ്മൾ ഭക്ഷണം കഴിക്കാനല്ലേ കാശ് ചെലവാക്കുന്നത്. ആവശ്യത്തിന് മാത്രമാണ് ഞാൻ പൈസ ചെലവാക്കുന്നത്. അതെ, പക്ഷെ ഞങ്ങൾക്ക് കഴിക്കാൻ പോലും പറ്റിയില്ലല്ലോ. എന്നാ ഓർഡർ ചെയ്ത് കഴിച്ചോന്നേ. ഇന്നത്തെ ഈ പാർട്ടിയില് എന്റെ ചെലവാണ്. നാളെ ബാങ്കിൽ പോയി കാശ് എടുത്തിട്ട് എല്ലാവരുടെയും പൈസ സെറ്റിൽ ചെയ്യും. അയ്യോ ചേട്ടാ, രക്ഷിക്കണേ! അയ്യോ രക്ഷിക്കണേ! അയ്യോ രക്ഷിക്കണേ! ചേട്ടാ, അയ്യോ 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 രക്ഷിക്കണേ! അയ്യോ 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 രക്ഷിക്കണേ! മാറി നിൽക്ക്. എന്താ, എന്ത് പറ്റി? ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടെന്നറിയോ? ഓടിച്ചു. എന്താ പറ്റിയത് ബായ്? തന്റെ ചെക്കൊന്നും വന്നില്ലേ? വന്നു ചേട്ടാ, പക്ഷെ ആ ബന്ധു എന്റെ പേരിലാക്കിയ 3000 രൂപയാ അക്കൗണ്ടിലേക്ക് ഇട്ടത്. അത് ശരി, നിങ്ങളപ്പ ചിരിക്കുവാണല്ലേ? അപ്പൊ ഞങ്ങളുടെ പേയ്മെന്റ് ആര് തരും? അതെ, താൻ തന്റെ കാർ തിരിച്ചു കൊണ്ടുപോക്കോ. പിന്നെ തന്റെ ടിവിയുടെ കാര്യം ക്യാൻസൽ. എല്ലാം കഴിഞ്ഞില്ലേ?
2 ദിവസം ശമ്പളം കിട്ടില്ലെങ്കിൽ താൻ എന്നെ തല്ലാൻ ഓടിക്കും അല്ലേ? എന്നാ പിടിച്ചോ 1000 രൂപ, ബാക്കി താൻ തന്നെ വെച്ചോ. അപ്പോ എന്റെ പേയ്മെന്റോ? തനിക്ക് എത്രയാ? ഇവരുടെയൊക്കെ സെറ്റിൽ ചെയ്തു. ആ, ഞങ്ങൾ കഴിച്ചതും കുടിച്ചതും പിന്നെ നാശനഷ്ടം വരുത്തതും ഒക്കെ എത്രയായി? 20,000 രൂപ. തോത്താറാമ പൈസ കൊടുത്തേക്ക്. ആ, ആ. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ആലോചിക്കാണ്ട് ചെലവാക്കുന്നതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്? അധികമായാൽ അമൃതും വിഷം, അതുപോലെ തന്നെയാണ് ഇക്കാര്യവും. സംശയമുണ്ടോ? ആ പറഞ്ഞത് ശരിയാ. ഇവന്റെ ഈ പേട്ട് തലേന്ന് ഇത്രയും ആലോചിച്ച് കൂട്ടാനുള്ള ബുദ്ധി ഇത് എവിടുന്ന് വരാനേ ഇനി?